ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ കണ്ടു. എനിക്കിഷ്ടപ്പെട്ടു സിനിമ നെറ്റ്ഫ്ലിക്സിൽ. ആ സിനിമേനെ പറ്റി പറയുന്നതിന് മുമ്പേ കുറച്ച് ഒന്ന് രണ്ട് ആ സിനിമ ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ നെറ്റ്ഫ്ലിക്സിൽ ഇങ്ങനെ നമ്മൾ ബ്രൗസ് ചെയ്യുമ്പോൾ ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ അപ്പോൾ ധ്യാൻ ശ്രീനിവാസനാണ് മെയിൻ ക്യാരക്ടർ. അപ്പോൾ ഇത് നത്തിങ് എഗെയിൻസ്റ്റ് ധ്യാൻ, പക്ഷേ സ്വതവേ ധാരാളം സിനിമകൾ ധ്യാനിൻ്റെ വരുന്നതുകൊണ്ടാണോ പറഞ്ഞൂടാ, ധ്യാനിൻ്റെ സിനിമ വരുമ്പോൾ ഒന്ന് സ്കിപ്പ് ചെയ്തിട്ട് വേറെ സിനിമ കാണാൻ തോന്നാറുണ്ട് പലപ്പോഴും. ചിലപ്പം കണ്ട സിനിമകൾ അത്ര എനിക്കിഷ്ടപ്പെട്ട സിനിമകൾ ഇല്ലാത്തതുകൊണ്ടായിരിക്കാൻ മതി, അല്ലെങ്കിൽ ധാരാളം സിനിമകൾ വരുന്നുണ്ട്, ചറ പറ സിനിമകൾ വരുന്ന മാതിരി തോന്നിയിടയ്ക്ക്. സോ ഓൾവേസ് അതിൻ്റെ ഒരു വാല്യൂ കുറഞ്ഞു പോവുക എന്നുള്ള ഇതായിരിക്കാൻ മതി. മാത്രമല്ല ഇൻ്റർവ്യൂവിൽ ഭയങ്കര എൻ്റർടൈനിങ് ആണ് ധ്യാൻ ശ്രീനിവാസൻ എന്നുള്ള ആക്ടർ. അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂ ഒക്കെ കണ്ടു കഴിഞ്ഞിട്ട് ഭയങ്കര എൻ്റർടൈനിങ് ആണ്. മാത്രമല്ല വളരെ ഒരു സീരിയസ് അല്ലാത്ത രീതിയിലാണ് മൂപ്പരുടെ ഇൻ്റർവ്യൂസൊക്കെ ഉള്ളത്. അപ്പം അതിന് മുകളിലുള്ള ഒരു തമാശയും കളിയാക്കിയും അങ്ങനെയൊക്കെയാണ് മൂപ്പരുടെ ഇൻ്റർവ്യൂസ് ഉള്ളത്. അതുകൊണ്ട് പലപ്പോഴും ഒരു പ്രേക്ഷകൻ എന്നുള്ള രീതിയിൽ ചിലപ്പം മൂപ്പര് സിനിമയും മൂപ്പര് സീരിയസ് ആയിട്ട് എടുക്കുന്നില്ലേ എന്നുള്ളൊരു തോന്നൽ വരാൻ സാധ്യതയുണ്ട്. ആൻഡ് സംടൈംസ് ഫെമിലിയാരിറ്റി ബ്രീഡ്സ് കണ്ടംപ്റ്റ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അതായത് നമ്മൾ കുറേ കാണുന്ന സമയത്ത് വി ടെൻ ടു ഓവർലുക്ക് സ്ഥിരം കാണുന്നതല്ലേ എന്നുള്ള രീതിയിൽ നമ്മൾ മൂവ് ചെയ്യാൻ സാധ്യതയുണ്ട്. പക്ഷെ അങ്ങനെ സ്കിപ്പ് ചെയ്ത് പോവാതെ ആ സിനിമ കണ്ടു എന്നുള്ളത് നല്ലൊരു ഡിസിഷനായിരുന്നു. സിനിമയുടെ ഒരു പ്ലോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉജ്ജ്വലൻ എന്ന് പറഞ്ഞൊരു ആളുണ്ട്. മൂപ്പര് ചെറിയൊരു ഗ്രാമത്തിൽ ചങ്ങായി, മൂപ്പർക്ക് ഈ ഒരു ലൈബ്രറി ഉണ്ട്, ഡിറ്റക്റ്റീവ് പുസ്തകങ്ങളുണ്ട്. മൂപ്പര് ആ പുസ്തകങ്ങളൊക്കെ നോക്കി മൂപ്പര് പിന്നെ അവിടെയുള്ള ആട്, പൂച്ച, കോഴി, കിണ്ടി, പാട്ട ഇതൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ടുപിടിക്കുക എന്നൊക്കെയുള്ളതൊക്കെയാണ്. അങ്ങനെയൊക്കെയാണ് മൂപ്പര് ഡിറ്റക്റ്റീവ് ടെക്നിക്കൽ. അപ്പോൾ നാട്ടുകാർക്ക് മൂപ്പരൊരു മതിപ്പൊന്നുമില്ല, അങ്ങനെ കളിയാക്കലും സാധനങ്ങളൊക്കെയാണ്. അങ്ങനെ മൂപ്പര് അവിടുന്ന് ഒരു നാട്ടുകാരംഗീകരിക്കുന്ന, എല്ലാവരും അംഗീകരിക്കുന്ന ഒരു ഡിറ്റക്റ്റീവായി മാറുന്നതിൻ്റെ ഭാഗമാണ് ഈ ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ എന്നുള്ള സിനിമയിൽ. ആ സിനിമ ഇതിലും നന്നാക്കി എടുക്കാമായിരുന്നു കേട്ടോ. ദാറ്റ്സ് ഓൾഡ്. അത് ഏത് സിനിമയും നന്നാക്കി എടുക്കാമായിരുന്നു. പക്ഷേ ഇനീഷ്യലി നമ്മൾ സിനിമ കണ്ടു തുടങ്ങുമ്പം ഇതെങ്ങനെയാണ്, ഏതാണ്, തമാശയാണോ, ഏതാന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞാൽ ഐ തിങ്ക് ഇറ്റ് ടേക്സ് പേസ്. നല്ലൊരു അറ്റംപ്റ്റ് ആണ് എന്ന് പറയാൻ കാരണം ഐ തിങ്ക് ആ തമാശ കുറച്ച് കൊണ്ടുവന്നു. തമാശയൊക്കെ അത്ര നല്ല തമാശയൊന്നുമായിട്ട് എനിക്ക് തോന്നിയില്ല. പക്ഷേ ഈവൻ ദെൻ ബോറടിപ്പിക്കാണ്ട് അങ്ങനെ പോയി. പ്രത്യേകിച്ച് പോലീസുകാരും ഒക്കെ ആയിട്ടുള്ള സംഭവം ഐ തിങ്ക് ഇറ്റ് ഹസ് ഡൺ വെൽ. പിന്നെ അത് കഴിഞ്ഞിട്ട് അത് അല്പം സീരിയസ് ആയിട്ടുള്ള മേർഡറുമായിട്ടുള്ള സംഭവത്തിലേക്ക് വന്ന് ഒരു മേർഡർ ഇൻവെസ്റ്റിഗേഷനായി മാറി, അതൊരു സീരിയൽ കില്ലിങ് സംഭവമായിട്ട് മാറി. അങ്ങനെയൊക്കെ അതിനെ പലതര രീതിയിൽ ഇതിനെ കൊണ്ടുപോയി എന്നുള്ളതാണ്, വിച്ച് ഐ ലൈക്ഡ്. മാത്രമല്ല ആ കേസ് തെളിയിക്കുന്ന ആ ഭാഗമൊക്കെ വളരെ സിമ്പിളായിട്ടുള്ള, അതായത് ഈ വൻ സംഭവമൊന്നുമില്ല, ചെറിയ ഐഡിയാസ് വെച്ചിട്ടാണ് ഈ കേസ് തെളിയിക്കുന്നതിന് സംഭവമൊക്കെ എടുത്തിട്ടുള്ളത്. വിച്ച് കണക്ട്സ് വെരി വെൽ വിത്ത് ഒരു ഗ്രാമത്തിൽ ഉള്ള ഒരു സാധാരണ മനുഷ്യൻ പുസ്തകങ്ങളൊക്കെ വായിച്ച് ഡിറ്റക്റ്റീവ് സാധനമൊക്കെ മനസ്സിലാക്കി അങ്ങനെ ഐഡിയാസ് കൊണ്ടുവന്ന് അത് വളരെയേറെ കണക്ട് ചെയ്തു. ദ വേ അൺട്രാവലിംഗ് ഓഫ് ദ മിസ്റ്ററി ആൻഡ് സിനിമയുടെ ഒരു പരിസരമൊക്കെ കൂടിയിട്ട് നന്നായിട്ട് കണക്ട് ചെയ്തിട്ട് എനിക്ക് തോന്നി. ഇതിൽ എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ആ ഒരു പ്ലോട്ട്, ആ തീം ഇതെന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ എന്നുള്ള ആ ഒരു ക്യാരക്ടറിന് ഇനിയും ഓപ്പർച്യൂണിറ്റീസും പോസിബിലിറ്റീസും ഉണ്ട് അതിനെ ഡെവലപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അതായത് മലയാളികളുടെ സ്വന്തമായിട്ടുള്ള ഒരു ഷെർലൊക്കൊക്കെ ആയിട്ട് ഇതിനെ കൊണ്ടുവരാമെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് എൻ്റെ തോന്നലായിരിക്കാൻ മതി. കാരണം ഒന്ന് ആ ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ എന്നുള്ള ആ പേര്, അതിൻ്റെ അയാളുടെ ഒരു സിറ്റുവേഷൻ, ആ ഒരു സറൗണ്ടിങ്സ്, സർക്കംസ്റ്റാൻസസ്, ഇതൊക്കെ അതിൽ നിന്ന് വേണമെങ്കിൽ ഉജ്ജ്വലൻ ലണ്ടനിലേക്ക് പോയി, ഉജ്ജ്വലൻ വേറെ പല കേരളത്തിലും ഇന്ത്യയിലും ലോകത്തിൻ്റെ പല ഭാഗത്തും ഉജ്ജ്വലൻ പോകുന്ന രീതിയിൽ പല എപ്പിസോഡായിട്ട് ഇതിനെ കൊണ്ടുപോകാൻ പറ്റും എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മളെ ബ്യോംകേഷ് ബക്ഷി എന്ന് പറഞ്ഞിട്ട് സത്യജിത് ഒരു ക്യാരക്ടർ ഉണ്ടല്ലോ. അപ്പോൾ അത് പറഞ്ഞപ്പോഴാണ് ഇതിൽ എല്ലാ സിനിമയിലും ധ്യാൻ തന്നെ വേണമെന്നില്ല.
കാരണം സോ ദർ ഇസ് എ ലോങ് ലൈഫ് ഫോർ ദിസ് പൊട്ടൻഷ്യലി ദിസ് ക്യാരക്ടർ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇമാജിൻ എ സിറ്റുവേഷൻ ദാറ്റ് ഈ സിനിമ എന്നെ സെക്കൻഡ് പാർട്ടല്ല വേറൊരു ഒരു ക്രൈം സോൾവ് ചെയ്യുന്ന രീതിയിൽ ഉജ്ജ്വലൻ വരികയാണ്. പക്ഷേ ഉജ്ജ്വലനായിട്ട് പ്രോബബ്ലി മലയാളത്തിലുള്ള വേറെ ആക്ടേഴ്സിനും ശ്രമിച്ചു നോക്കാം. അത് ധ്യാൻ മോശമാണെന്നുള്ളതുകൊണ്ടല്ല കേട്ടോ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ, ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ പലപ്പോഴും ഒരു ആക്ടറിൽ നിന്നും അടർത്തി മാറ്റിയിട്ട് ഇറ്റ് ഹാസ് ടു ഗ്രോ ബൈ ഇറ്റ് സെൽഫ് എന്നുള്ളതാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. അപ്പം നമുക്ക് പറ്റാതെ പോയ ചില സംഭവങ്ങളാണ്. ഇപ്പം സേതുരാമയ്യർ എന്നുള്ള CBIയിലെ ക്യാരക്ടർ, അത് മമ്മൂട്ടിയുമായിട്ട് എച്ച്ഡാണ്. വേറെ മമ്മൂട്ടി അല്ലാത്ത വേറൊരാൾ ആ ക്യാരക്ടർ ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. കാരണം മമ്മൂട്ടിയുടെ മാനറിസവുമായിട്ട് ആ ക്യാരക്ടർ വേറൊരാൾക്ക് ഇത് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. ദാറ്റ്സ് എ പ്രോബ്ലം വിത്ത് ദാറ്റ്. അതേപോലെ തന്നെ ഇപ്പം ഇൻസ്പെക്ടർ ബൽറാം എന്നുള്ള അതും 2-3 പ്രാവശ്യം അതൊരു കണ്ടിന്യൂസ് ആയിട്ടാണെന്നുണ്ടെന്നുണ്ടെങ്കിലും അവിടെയും മമ്മൂട്ടി എന്നുള്ളൊരു ആക്ടർ എച്ച്ഡിനാണ്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഈവൻ ഇതേ പ്രൊഡ്യൂസേഴ്സിൻ്റെയാണ് മിന്നൽ മുരളി എന്ന് പറയുന്ന സമയത്ത് ടൊവിനോ ആണത്. വേറൊരാളെ കൊണ്ട് മിന്നൽ മുരളി ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശരിയാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ എന്നുള്ളത് അത് അത്ര ഈസി അല്ല. അങ്ങനെ ഒരു ക്യാരക്ടർ അങ്ങോട്ട് കിട്ടുക എന്നുള്ളത്. അങ്ങനെ ഒരു ക്യാരക്ടർ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ ഒരു ലോങ് ടേം വിഷനോട് കൂടിയിട്ട് ഡിറ്റക്റ്റീവ് ഉജ്ജ്വലനെ കേരളത്തിലെ മലയാളികൾക്ക് വേണ്ടിയിട്ട് ഡെവലപ്പ് ചെയ്തെടുക്കണം എന്നുള്ളൊരു അഭ്യർത്ഥന എൻ്റെ ഭാഗത്തുനിന്നുണ്ട്. പിന്നെ ഒന്നുകൂടെ ഞാൻ ഇപ്പോൾ ധ്യാനിനെ പറ്റി മോശമായിട്ട് പറഞ്ഞതല്ല. ബിക്കോസ് ഐ ലൈക്ക് ഹിം, ഹിസ് ഇൻ്റർവ്യൂസ് ആൻഡ് ഓൾ ദോസ് തിങ്സ്. ദ പ്രോബ്ലം ഐ സംടൈംസ് ഹാവ് ഇസ് ദാറ്റ് ഇൻ്റർവ്യൂസ് ടേൺ ഔട്ട് ടു ബി മോർ എൻ്റർടൈനിങ് എന്നുള്ളതാണ്. മാത്രമല്ല മൂപ്പര് സിനിമയെ പറ്റിയിട്ടൊക്കെ ഇങ്ങനെ ഒരു തമാശ പറയും പുറത്ത്, ആ സിനിമ പൊളിഞ്ഞ് ഈ സിനിമ പൊളിഞ്ഞെന്നൊക്കെ. അത് ആൾക്കാർക്ക് അത് ഇഷ്ടമാണ്. ഇറ്റ്സ് വെരി ഓപ്പൺ ആൻഡ് ഓൾ ദോസ് തിങ്സ്. ബട്ട് അറ്റ് ദ സെയിം ടൈം അങ്ങനെയുള്ള സംസാരം അദ്ദേഹത്തിൻ്റെ കരിയറിനെ തന്നെ ബാധിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളത്. ഈ സിനിമ ഐ കുഡ് ഹാവ് പ്രോബ്ലി സ്കിപ്ഡ്. ബിക്കോസ് എന്തായാലും മൂപ്പരെ സിനിമ ഫ്ലോപ്പാന്ന് മൂപ്പരെ അംഗീകരിക്കുന്ന സാധനമാണ് നമ്മൾ എന്തിനാ കാണണം എന്നുള്ള ലൈനിലേക്ക് പോകും. സോ ഐ തിങ്ക് ആക്ടിങ്ങിനെയും ഇൻ്റർവ്യൂവിനെയും മാറി വെച്ചിട്ട് അങ്ങനെ അങ്ങ് ബ്ലെൻഡ് ചെയ്യണം എന്നുള്ളതൊരു എൻ്റെ ഒരു റിക്വസ്റ്റാണ്. എനിക്ക് തോന്നുന്നു പൃഥ്വിരാജാന്ന് തോന്നുന്നു പണ്ട് ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുള്ളത്. അതായത് പറഞ്ഞു ആക്ടേഴ്സിന് മുമ്പെയൊക്കെ സിനിമയിൽ ആക്ടേഴ്സിന് മിസ്റ്ററി എന്ന് പറഞ്ഞ സംഭവമുണ്ട്. ആ മിസ്റ്ററി ആണ് നമ്മളെ ആ സിനിമയിലേക്കും ആ ക്യാരക്ടറിലേക്കും ആളുടെ അഭിനയത്തിലേക്കൊക്കെ നമ്മളെ ആകർഷിക്കുന്ന മിസ്റ്ററിയാണ്. കാരണം ഇപ്പോൾ നാനാചിത്രഭൂമി ഇങ്ങനത്തെ വല്ല മാസികകളിലും അല്ലാണ്ട് നിരന്തരം ഇവരെങ്ങനെ കാണുക, ഇവർ വർത്താനം പറഞ്ഞ കേൾക്കുക, അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല. ഇൻ്റർവ്യൂസ് സാധനങ്ങളൊന്നും ഉണ്ടായതില്ല. അപ്പം ഈ മൊത്തം ആക്ടേഴ്സിന് ദേ വർ മൂവ് ഫ്രീ ടു ആക്ട്. ആൻഡ് ആ സിനിമകൾ പ്രേക്ഷകർ സ്വീകരിക്കാനുള്ള സാധ്യതകളും കൂടുതലാണ്. ഇന്നെന്താന്ന് പറഞ്ഞാൽ ഒരൊറ്റ നടനെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു മിസ്റ്ററി ഇല്ല. അവരിങ്ങനെ ഓരോ ഇൻ്റർവ്യൂവിന് വരുന്നുണ്ട്, അവിടെ വരുന്നുണ്ട്, ഇവിടെ വരുന്നുണ്ട്. സിനിമേനെക്കാട്ടും കൂടുതൽ സ്ക്രീൻ ടൈം അവർക്ക് സോഷ്യൽ മീഡിയയിലും TV-യിലും ഒക്കെ വരുന്നുണ്ട്. വിച്ച് മീൻസ് ആ മിസ്റ്ററി എന്നുള്ളത് ഇവരുടെയൊക്കെ ആക്ടേഴ്സിൻ്റെ അടുത്തു നിന്നൊക്കെ റിമൂവ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടൊരു ക്യാരക്ടർ, ഒരു കഥ വന്നു കഴിഞ്ഞിട്ട് ആ ക്യാരക്ടറായി മാറാനും ആ ക്യാരക്ടറിൽ കൂടെ അവരുടെ അഭിനയത്തിനെ മനസ്സിലാക്കാനൊക്കെ പ്രേക്ഷകർക്കൊക്കെ ബുദ്ധിമുട്ട് വരുന്നുണ്ട്. എനിക്കൊന്ന് പ്രോബ്ലി അതുകൊണ്ടായിരിക്കാൻ മതി ചില ഈ ഫാൻസിന് പോലും അവരുടെ സെലിബ്രിറ്റി ആക്ടേഴ്സിൻ്റെ സിനിമകൾ ഇഷ്ടമല്ലാതെ പോകുന്നത്. പക്ഷെ ഇതൊന്നും നിൽക്കില്ല. സോഷ്യൽ മീഡിയ വിൽ ബി ദെയർ. ഈ മിസ്റ്ററി ഉണ്ടാക്കാനൊന്നും പറ്റില്ല. പക്ഷേ ജസ്റ്റ് ഒന്ന് ഇമാജിൻ എ സിറ്റുവേഷൻ വെയർ നമ്മളിപ്പോൾ ചില സിനിമകൾ കാണുന്നു, അതിൽ പേര് കേട്ട ആക്ടേഴ്സ് അല്ല, നമുക്കറിയുന്നതല്ല, ഫോറിൻ സിനിമകൾ നമ്മൾ കാണുമ്പോൾ. പക്ഷെ നമുക്ക് ഭയങ്കരമായിട്ട് നമ്മളെ ക്യാപ്ചർ ചെയ്യുന്നു. കാരണം വെച്ചാൽ അവിടെ അഭിനയിക്കുകയാണ് തന്നെ നമുക്ക് തോന്നില്ല. കാരണം നമുക്ക് ആ ആക്ടറിനെ അറിഞ്ഞൂടാ. ആ ആക്ടറിൻ്റെ ഇമേജ് ആ ക്യാരക്ടറിനില്ല. ആ ക്യാരക്ടറായിട്ട് തന്നെയാണ്. എനിക്ക് തോന്നുന്നത് വരും കാലത്ത് ഒരു ക്യാരക്ടറിനെ അഭിനയിച്ച് അത് ആൾക്കാർക്ക് കൺവിൻസിങ് ആക്കി എടുക്കുക എന്നുള്ളത് ആക്ടേഴ്സിനെ സംബന്ധിച്ചിടത്തോളം, ആക്ട്രസസിനെ സംബന്ധിച്ചിടത്തോളം വളരെ ബുദ്ധിമുട്ടുള്ളൊരു സംഭവം തന്നെയാണ്. ഇറ്റ് ഈസ് നോട്ട് ഗോയിങ് ടു ബി ഈസി അൺലെസ് they start doing characters that probably the audience is not expecting. അത് ഓഡിയൻസിൻ്റെ എക്സ്പെക്റ്റേഷന് വ്യത്യസ്തമായിട്ടുള്ള രീതിയിലുള്ള ക്യാരക്ടേഴ്സ് എക്സ്പ്ലോർ ചെയ്യാൻ ആൾക്കാർ ശ്രമിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രോബ്ലി ദാറ്റ് ബി ഇൻട്രസ്റ്റിംഗ്. എനിവേ,
ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ എനിക്ക് ഇഷ്ടപ്പെട്ടു. ആൻഡ് ഐ തിങ്ക് ദർസ് എ ലോട്ട് ഓഫ് പൊട്ടൻഷ്യൽ, കുറേ പൊട്ടൻഷ്യൽ ഉണ്ട് ആ ഒരു ക്യാരക്ടറിനും ആ കഥയ്ക്കും ആ കഥേനെ ഇനിയും ഡെവലപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അത് പ്രൊഡ്യൂസേഴ്സും അതിൻ്റെ റൈറ്ററും ഡയറക്ടറും ഒക്കെ ഐ ഹോപ്പ് ദേ ഡു ദാറ്റ്. ആൻഡ് താങ്ക്സ് ടു എവ്രി വൺ ഹു വർക്ക്ഡ് ബിഹൈൻഡ് ദ സീൻസ്. നവനായനാക്ക.